2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്, ഇതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒറിജിനൽ കേരള നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ നമുക്ക് ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ റേറ്റിന് കൊണ്ടുപോകാന്നുള്ളതാണ്. ഒരു 1 സംതിങ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഡീസലാണ് 2019-20 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വാഹനം. 2,70,000 രൂപയ്ക്ക് നമ്മൾ 2,70,000 ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നമുക്ക് ഒരു ചെറിയ ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതും ഡീസൽ വണ്ടിയാണ്, 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫൈനൽ റേറ്റ് വേണം. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടിയാണ്. ഏകദേശം നമുക്ക് 10-11 ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. 2023 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. കസ്റ്റമറെ സംബന്ധിച്ച് ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതും ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്, ഇതിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, കമ്പനി വാറന്റി എല്ലാം ബാക്കി മൈലേജ് നമുക്കൊരു 17 എക്സ്പെക്ട് ചെയ്യാം. അതായത് നമുക്കൊരു ചെറിയ ഹാച്ച് ബാക്കിന് കിട്ടുന്ന അതേ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന കുറവുള്ള വണ്ടികളാണ് അല്ലെ. ഫസ്റ്റ് റെഡില് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു 200. ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും പോസ്റ്റ്ലിംഗിൽ എത്തിയിരിക്കുകയാണ്. ഇത്തവണ നമുക്ക് വീണ്ടും നമ്മൾ ലാസ്റ്റ് മന്ത് ആണ് വന്നത്. അത് നമുക്ക് നല്ല അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് അതിലും നല്ല ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഡിസംബർ സെയിലാണ്. സോ നമുക്ക് മാക്സിമം ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് അടിപൊളി ഓഫേഴ്സ്, മാക്സിമം ഡിസ്കൗണ്ടുകൾ, നല്ല ട്രാക്ക് കാര്യങ്ങളുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി വാഹനങ്ങളാണ് ഇത്തവണ നമ്മൾ പോസ്റ്റ്ലിംഗിലുള്ളത്. സോ നമുക്ക് SUV-കളും ഏത് റേഞ്ചിലും ഉള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം കാർസ് നമുക്ക് ചെറുവാഹനങ്ങളുടെ റേറ്റിൽ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. ബെൻസ്, BM, ഓഡിയൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് നമുക്ക് 10 ലക്ഷത്തിന് താഴെ, അതായത് സ്വിഫ്റ്റ്, അതേപോലെ നമുക്കൊരു വാഗ്നറൊക്കെ വാങ്ങുന്ന അതേ റേഞ്ചിൽ നമുക്കൊരു ഹാച്ച് ബാക്ക് വാങ്ങുന്ന അതേ പ്രൈസിൽ നമുക്ക് നല്ല പ്രീമിയം കാർസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക. ഫുള്ള് വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ടൈമാണ് നമുക്ക് ഈ ഡിസംബർ. സോ പോസ്റ്റ്ലിംഗിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഓൾറെഡി കാണിക്കും. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സജിത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ നമുക്ക് പോസ്റ്റ്ലിംഗിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ എങ്ങനെ നമുക്ക് ഈ പോസ്റ്റ്ലിംഗ് എത്തിച്ചേരാം? നമുക്ക് നമ്മള് ലൊക്കേഷൻ വരുന്നത് വെള്ളോമ്പ്രം എന്നാണ് സ്റ്റോപ്പിന്റെ പേര്. പാലക്കാട് കോഴിക്കോട് റൂട്ടിലാണ് വെള്ളോമ്പ്രം എന്നാണ് സ്റ്റോപ്പ് വരുന്നത്. യെസ്, അതായത് മലപ്പുറം ജില്ലയിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറത്തിന്റെയും കൊണ്ടോട്ടിയുടെ ഇടയിലായിട്ട് വെള്ളോമ്പ്രം അല്ല. വെള്ളോമ്പ്രം. അപ്പൊ നമുക്ക് ഏകദേശം നിയർലി ഒരു 10 കിലോമീറ്റർ അല്ലേ മലപ്പുറത്ത് നിന്ന്? 10 കിലോമീറ്റർ, ഒരു 7 കിലോമീറ്റർ. കൊണ്ടോട്ടിൽ നിന്നാണെങ്കിൽ ഏകദേശം സെയിം കിലോമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഒരു വാഹനം കാണുന്നത്. പൊതുവെ ബുക്കിംഗ് പീരീഡ് ഒക്കെ കാണുന്ന ഒരു അടിപൊളി വാഹനമാണ് അല്ലെ. SUV മഹീന്ദ്ര SUV 700 അല്ലെ. എങ്ങനെയായിരുന്നു? ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ. ഇത് 7 സീറ്റർ കൂടിയാണല്ലോ. 7 സീറ്റർ ആണ്. 2023 വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ, കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ഷോറൂം സർവീസ് ആണ്. പനോരമിക് സൺറൂഫ്, എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്കാ ലോഡർ ആയിട്ടുള്ള ഒരു കിഡ്ലം വാഹനം അല്ലേ. ഓൺഷിപ്പ് സിംഗിൾ ആണ്, ചെറിയ കിലോമീറ്റർ, 23 അണ്ടർ കമ്പനി വാറന്റി ഉണ്ടാവും. നമുക്ക് മാക്സിമം ഒരു 90% വരെ ലോണും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പക്ക നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ക ഫ്യൂച്ചറിസ്റ്റിക് ആണ്. 7 സീറ്ററും ആണ് വരുന്നത്. ഇന്റീരിയറൊക്കെ പക്ക കിട്ടും. ഒരു പുതിയ വാഹനത്തിന്റെ അതേ അല്ലേ. നമ്മുടെ സ്ക്രീനൊക്കെ ഫുള്ളായിട്ട് നിറഞ്ഞു കിടക്കുന്ന ഡാഷ് മൊത്തം സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതും ഓട്ടോമാറ്റിക്കലി സിംഗിൾ ഓൺഷിപ്പ് വാഹനം. നമുക്ക് ഏകദേശം ഇതിന് പുതിയ വാഹനത്തിന് എത്ര വരുന്നുണ്ട്? ഇതിന് ഏകദേശം നമുക്ക് 28 ലക്ഷം ആ റേഞ്ച് നമുക്ക് വരുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ എത്ര ചോദിക്കുന്നത്? നമ്മളിവിടെ ഇതിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഡിസംബറിൽ ഈ ഓഫർ സെയിലിന്റെ ഭാഗമായിട്ട് നമ്മൾ 19 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും. ഏകദേശം നമുക്ക് 10-11 ലക്ഷം രൂപ നമ്മൾ സേവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. 2023 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. കസ്റ്റമറെ സംബന്ധിച്ച് ഒന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതും ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്, ഇതിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, കമ്പനി വാറന്റി എല്ലാം ബാക്കി. അപ്പൊ നമുക്കൊരു ചെറിയ കിലോമീറ്റർ ഓടിന് ഏകദേശം നമുക്ക് 10-11 ലക്ഷം രൂപ സേവ് ചെയ്യുകയും ചെയ്യാം. നല്ല ട്രാക്കിന് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി വാഹനമാണ്. അപ്പൊ നമ്മൾ അടുത്ത വണ്ടി വീണ്ടും നമ്മൾ മഹീന്ദ്ര തന്നെയാണ് അല്ലെ. മഹീന്ദ്ര താർ. ഇത് പിന്നെ എല്ലാവരും ഏത് ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഏത് ജനറേഷനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്. ഒരു വികാരം തന്നെ പറയാം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക്, ഇതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇതും ഡീസൽ ആണ്, ഓട്ടോമാറ്റിക് ആണ്. 4x4 ആണ് അല്ലെ. ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലെ. ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ്. അപ്പൊ കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ,
സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി എല്ലാം ഉണ്ട്. എല്ലാം 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 52,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, 2021 മോഡല്, ഡീസൽ, ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? അതെ അതെ. നമ്മള് എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? നമ്മള് ഇത് നമ്മളിവിടെ ഇപ്പൊ ഓഫറിന്റെ ഭാഗമായിട്ട് ഇട്ടത് 14,95,000 രൂപയ്ക്ക് കൊടുക്കും. 14,95. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ 90% നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഡീസൽ, ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് നമുക്ക് ഒരു കിടലം വാഹനം. ഹൈ ക്വാളിറ്റിയാണ്. എല്ലാ ഇന്റീരിയർ എക്സ്റ്റീരിയർ ആയാലും നല്ല ഡീസന്റ് ആണ്. നമുക്ക് അതിലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനം. കിടലം വാഹനം. ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് നല്ലൊരു കിടലം ഓപ്ഷൻ ആണ്. ഫുൾ ബ്ലാക്കില് നല്ലൊരു നിസാന്റെ മാഗ്നറ്റ്. ഇങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്. 2023 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണ്. ആകെ 18,000 കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ടർബോ ആണ് വരുന്നത്. ടർബോ ഏറ്റവും ടോപ്പ് ആണ്. XV പ്രീമിയം ആണ് അല്ലേ? പ്രീമിയം. അപ്പൊ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ടർബോ ആണ്. സോ പെർഫോമൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. കിലോമീറ്റർ നമ്മളിവിടെ ഫൈനൽ റേറ്റ് ഇട്ടത് 8,60,000 രൂപ. 8,60,000. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 90% ലോൺ ഇതിലും ചെയ്യാൻ പറ്റും. ഒരു 8 ലക്ഷം രൂപ വരെ ലോൺ നമുക്ക്. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഒരു സബോമീറ്റർ. ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ബഡ്ജറ്റ് എന്ന പ്രീമിയം ലെവലിൽ നമുക്ക് പ്രീമിയം ഫീച്ചേഴ്സ് ഉള്ള ഒരു ബഡ്ജറ്റ് റേഞ്ച് വണ്ടി അത് നമ്മൾ റെനോ ഫ്ലുവൻസ് കുറച്ച് നമുക്കൊരു സൈൻ ആർട്സുകളൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടിയാണ് അല്ലെ? പക്ക ഒരു പ്രീമിയം ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം ഫീച്ചറിലോടായിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. അത് നല്ല ഹൈ ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ്. അത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ? A to Z മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുത്തതാണ്. സെക്കൻഡ് ഓണർ. അതുകൊണ്ട് വെല്ലായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫാമിലി യൂസ് വണ്ടിയാണ്. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2013 മോഡൽ വണ്ടിയാണ്. 13 നമുക്ക് 50,000 എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡബിളി വളരെ കുറഞ്ഞ ഓട്ടമാണ്. ഡീസലല്ലേ വരുന്നത്? പക്ക ജെന്യൂൻ ഓട്ടാണ്. ഡീസൽ വണ്ടി നല്ല മൈലേജ് എല്ലാം കിട്ടുന്ന മോഡലാണ്. അപ്പൊ നല്ല പെർഫോമൻസ്, മൈലേജ്, അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് അല്ലേ? ഫീച്ചേഴ്സിന് യാതൊരു കോംപ്രമൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി വാഹനമാണ്. ലക്ഷറിയസ് ഫീച്ചേഴ്സ് എല്ലാം ഒരു കിടലം വാഹനം അല്ല? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മളിവിടെ ഓഫറിന്റെ ഭാഗമായിട്ടുള്ളത് ഫൈനൽ റേറ്റ് വരുന്നത് 2,70,000 രൂപയ്ക്ക് നമുക്ക്. 2,70,000. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നമുക്ക് ഒരു ചെറിയ ഓൾട്ടോന്റെ പ്രൈസിന് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. അതും ഡീസൽ വണ്ടിയാണ് വരുന്നത് അല്ലേ? നല്ല മൈലേജ് കിട്ടുന്ന മോഡലാണ്. മൈലേജ് കിട്ടുന്ന വാഹനം അല്ല? ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടാവോ? ഇതിന് ലോൺ കിട്ടാൻ പ്രയാസമാണ്. നിയർലി ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. മലപ്പുറം ജില്ലേന്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ നല്ല ബഡ്ജറ്റ് എന്നാൽ നമുക്കൊരു പ്രീമിയം ലക്ഷറിയിൽ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ച് വാഹനം നോക്കുന്നവർ ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മലപ്പുറം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ ലോണൊക്കെ വേണം. പിന്നെ അത് ചെറിയ പൈസ നമുക്ക് ശരിക്കും റെഡി ക്യാഷിനുള്ള ഒരു വാഹനമാണെന്ന് തന്നെ പറയാം. നമുക്കൊരു US ബാൻഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കിടലൻ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം അതേപോലെ പെർഫോമൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ജീപ്പ് കോമ്പസ് വൈറ്റ്. ഇതിന് ഡീറ്റെയിൽസ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. നല്ല ബോഡി വേസ്റ്റ് അതേപോലെ തന്നെ പെർഫോമൻസ്. ഡീസൽ അല്ല വണ്ടി വരുന്നത്? ഡീസലാണ്. ഡീസൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു കിടലൻ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഒരു 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോണ് നമുക്കൊരു 90% ഇതിന് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 11.5 ലക്ഷം രൂപ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ 2019 മാനുഫാക്ചറിങ് 20 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് നമ്മളിവിടെ ഫൈനൽ റേറ്റ് ഇട്ടിരിക്കുന്നത് 12,50,000 രൂപയ്ക്ക് ഉണ്ട്. പ്രീമിയം വെഹിക്കിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. BMന്റെ X1 അല്ലേ? BMW X1 ഒറിജിനൽ കേരള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2018 മോഡൽ 19 രജിസ്ട്രേഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള ഡീസൽ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് അല്ലേ? അതെ. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മളിവിടെ ഓഫറിന്റെ ഭാഗമായിട്ട് 25,50,000. 25,500. അതെ. നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 90% കൺഫേം ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ട്രാക്കിൽ ഒരാളെ സംബന്ധിച്ച് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ പ്രീമിയം വെഹിക്കിൾ ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് സ്വന്തമാക്കാം. പിന്നെ ടയർ കാര്യങ്ങളെല്ലാം വണ്ടിയാണ്. ടയർ ഫ്രണ്ടിൽ 2 പുതിയ ഫ്രഷ് ടയർ ഇട്ടതാണ് ഇപ്പോൾ.
ബാക്കി എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒറിജിനൽ കേരള ഒറിജിനൽ കേരള പക്ക ഷോറൂം സർവീസ്ഡ് ആണ് വണ്ടി. ബഡ്ജറ്റ് റേഞ്ചില് 3 കിടിലൻ ഓഡി A4കളാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സിൽവറിലൊന്ന് വരുന്നുണ്ട്, കോഫിയിലൊന്ന്, അതേപോലെ വൈറ്റിൽ തന്നെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തുടങ്ങാം അല്ലേ? അതെ അതെ. സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഒറിജിനൽ കേരള വണ്ടിയാണ്, 2011 മോഡൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി വരുന്നതാണ്. ഡീസലില് ഫുൾ സൺറൂഫ് ഒക്കെ ഉള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ് അല്ലേ? അതെ അതെ. നമുക്ക് ഈ ഡിസംബർ ഓഫർ ആയിട്ട് എത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് 7,70,000 രൂപയ്ക്ക്. അതായത് ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന അതേ റേഞ്ചില് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചില് ഒരു ഓഡി A4 അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒറിജിനൽ കേരള വണ്ടി നമുക്ക് കൊണ്ടുപോകാം. ഇത് നമുക്ക് അടുത്തൊരു കോഫിയില് ഒരു കിഡ്ലം വണ്ടി. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല് 14 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. HR രജിസ്ട്രേഷൻ ആണ്. നമുക്ക് പ്രൈസ് വരുന്നത് 7,95,000 രൂപയ്ക്ക് NOC-ല് A95. ഇത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിന് സ്വന്തമാക്കാൻ പറ്റും. ഇത് നമുക്ക് ഇനി ഒരു വൈറ്റ് നോക്കുന്നവർക്ക് ഡോൾട്ടൂൺ ഒക്കെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2013 മോഡല് 14 രജിസ്ട്രേഷൻ ആണ്. ഇത് കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് നമുക്ക് 6,70,000 രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. അതാണ് 3 വെഹിക്കിൾസ് രജിസ്ട്രേഷൻ ആണ്. HR NOC-ലെ റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് 3 വാഹനങ്ങള് ഇതിൽ നമുക്ക് നമുക്ക് ഈ ഫസ്റ്റ് പറഞ്ഞ വാഹനം നമുക്ക് കേരള വാഹനമാണ്. ഇത് രണ്ടും നമുക്ക് HR ആണ്, NOC-ലുള്ള പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ NOC എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് നമ്പർ ആയിട്ട് മാത്രമേ നമുക്ക് ലോൺ ഫെസിലിറ്റീസ് കിട്ടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കുക. സോ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രം, അപ്പൊ നമുക്ക് ഒരു റെഡി ക്യാഷിനുള്ളവർ ആണെങ്കിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് കേരളത്തിലേക്കുള്ള റോഡ് ടാക്സ് നമുക്ക് എക്സ്ട്രാ വരും. അപ്പൊ അത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഈ 2 വാഹനങ്ങൾ. ഇത് എന്നാൽ നമുക്ക് ഒറിജിനൽ കേരള ആയതുകൊണ്ട് അത്രയും പ്രോബ്ലംസ് കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു കിഡ്ലൻ 7 സീറ്റർ ആണ്. അതായത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഹുണ്ടായുടെ അൽക്കസാർ. ഫീച്ചേഴ്സും കംഫർട്ടും വരുന്ന ഒരു കിഡ്ലൻ 7 സീറ്റർ വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 മോഡല് പ്രസ്റ്റീജ് ആണ് ഓപ്ഷൻ. പനോർമിക് സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ്. ഡീസലിലും മാനുവൽ. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അപ് ടു 90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ്. കിലോമീറ്റർ 1 lakh above ആയിട്ടുണ്ട്. 1,10,000. ബാക്കി സർവീസ് എല്ലാം ഷോറൂം സർവീസ് ആണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഫൈനൽ റേറ്റ് വരുന്നത് 12,50,000. 12,50,000. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്കൊരു ചെറിയ 1 lakh ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 2019 മോഡൽ വരുന്ന SX നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിന് കൊടുക്കാറല്ലേ? ബഡ്ജറ്റ് റേഞ്ച് വലിയൊരു വാഹനം, നല്ല ഫീച്ചറിലോടുള്ള ഒരു കിഡ്ലൻ വണ്ടി. ന്യൂ മോഡലാണ്. 19 മോഡൽ ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റിന് തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന മോഡലില്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഫുൾ ഓപ്ഷന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. SX ആണ്. സൺറൂഫ് വരില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് നമുക്ക് ഏറ്റവും ടോപ്പിന് നല്ല ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ചെറിയ കിലോമീറ്റർ, അത് 1.6. നമ്മൾ ഡീസൽ അല്ലെങ്കിലും 1.6 ആയതുകൊണ്ട് നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി. നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് നെറ്റ് ഫൈനൽ റേറ്റ് പറയുന്നത് 7,70,000 രൂപ കൊടുക്കാം. ഒരു നല്ലൊരു ഹാഷ് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു പ്രീമിയം സെഡാൻ ഫുൾ ഓൺ നമുക്ക് ചെയ്ത് ഫുൾ ഓൺ. അപ്പൊ നല്ല ട്രാക്കിന് 1 രൂപ പോലും ഇല്ലാതെ നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫൈനൽ റേറ്റ് ആണ് അല്ലേ? അതെ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ഗ്യാരണ്ടിയാണ്. നമ്മൾ വീണ്ടും ഒരു കിഡ്ലൻ പ്രീമിയം വെഹിക്കിൾ ആണ്. ബെൻസ് C ക്ലാസ് 220 അല്ലായിരുന്നു. ഇതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ മൈലേജ് തന്നെയാണ് അല്ലെ? നല്ല മൈലേജ്, ഏകദേശം ഒരു 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്ന അടിപൊളി വാഹനമാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2012 മോഡൽ 13 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആകെ 80,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിലവിൽ ഇപ്പൊ നമുക്ക് 65 തിരുവരങ്ങാട് രജിസ്ട്രേഷനിലാണ് വാഹനം ഉള്ളത്. റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. കേരളത്തോട്ട് രജിസ്ട്രേഷൻ കൺവേർട്ട് ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്യാൻ പറ്റും. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 9,75,000 രൂപയ്ക്ക്. 9,75 ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് 2012 മോഡൽ ആയതുകൊണ്ട് എത്ര ഫുള്ളായിട്ട് കയറില്ല. എങ്ങനെയായാലും ഒരു ഡിപ്പെൻഡ് ഒരു 60-70% നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്തായാലും ചെയ്യാൻ പറ്റൂല. ചില ഒരു ഇത്തിരി കുഞ്ഞന്മാരായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചില് മൈലേജ് എത്ര കിട്ടും നമുക്ക് ഈ ഒരു മോഡൽ? മൈലേജ് നമുക്കൊരു 17 എക്സ്പെക്ട് ചെയ്യാം. അതായത് നമുക്കൊരു ചെറിയ ഹാഷ് ബാക്കിന് കിട്ടുന്ന അതേ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന കുറവുള്ള വണ്ടികളാണ് അല്ലെ? ഫസ്റ്റ് റെഡില് സൺറൂഫ് ഒക്കെ വരുന്ന ഒരു 200. 200 പെട്രോൾ ആണ് വരുന്നത്. രജിസ്ട്രേഷനിലുള്ളത്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നല്ല വണ്ടിയാണ്. ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് നമുക്ക്
നമുക്ക് 10,25,000 രൂപയ്ക്ക് 10,25 അല്ലേ? ഞാൻ അടുത്ത രണ്ട് നമ്മൾ ഡീസൽ വണ്ടികളാണ്. ഒന്ന് ഫുൾ ബ്ലാക്ക് ആണ്, ഒന്ന് സിൽവറും ആണ്. വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നമുക്ക് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. റേറ്റ് നമുക്കൊരു 990 ചെയ്യാം. 990 180 നല്ല മൈലേജ് ഉണ്ടാവും. വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. ഇത് വരുന്നത് 2013 മോഡലാണ്, UP രജിസ്ട്രേഷനിലാണ്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 795 ചെയ്യാൻ പറ്റും. ഈ NOC റേറ്റ് ആണ്, ടാക്സിന്റെ എമൗണ്ട് എക്സ്ട്രാ വരും. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുണ്ടായിരുന്നത് പോസ്റ്റിംഗിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 10-30ഓളം വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിച്ചിട്ടില്ല, കാരണം നമുക്ക് ഒത്തിരി വാഹനങ്ങളുണ്ട്. അതിൽ നമുക്ക് സ്പെഷ്യൽ റേറ്റുകൾ, അതേപോലെ ഓഫർ വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചത്. സോ നിങ്ങൾക്ക് ഏത് വാഹനങ്ങളും ഏത് റേഞ്ചിലെ വാഹനങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ നമുക്ക് പ്രീമിയം വാഹനങ്ങൾക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മോഡൽ കൂടിയ നിലവിൽ നമുക്ക് റണ്ണിങ് ആയിരിക്കുന്ന SUV-കൾ, താറ്, അതേപോലെ തന്നെ SUV 700 ഒക്കെ നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് വാഹനങ്ങളും, ചെറിയ വാഹനങ്ങളായാലും പ്രീമിയം വാഹനങ്ങളായാലും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്പർ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് നിന്നും കാലിക്കറ്റ് റൂട്ടിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വള്ളോമ്പുറത്താണ് നമ്മളെ പോസ്റ്റിംഗ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് സജിത് സൈനിങ് ഓഫ്.